ോടെ സാറയെ ശേഷിപ്പിക്കുകയും ചെയ്യും. അപ്പൊ ആ ഒരു കാരണം മൂലം അബ്രഹാം പറയുന്നുണ്ട്, നീ എന്റെ സഹോദരി എന്ന് പറയണം, എന്നാൽ നിന്റെ നിമിത്തം എനിക്ക് നന്മ വരികയും ഞാൻ ജീവിച്ചിരിക്കുകയും ചെയ്യും. അപ്പൊ നിന്റെ നിമിത്തം എനിക്ക് നന്മ വരേണ്ടതിന് നീ എനിക്ക് എന്ത് ചെയ്യണം? സഹോദരി എന്ന് പറഞ്ഞ് എന്നോട് ദയ കാണിക്കണം എന്ന് അബ്രഹാം അവിടെ പറയുന്നുണ്ട്. ഇന്ന് എന്നോട് അങ്ങനെ പറഞ്ഞല്ലോ, ഞാനെന്നാ അങ്ങനെ ചെയ്യണ്ട, പിന്നെ ഭാര്യയല്ലേ എന്നൊന്നും തിരിച്ചൊന്നും പറയാതെ സാറ അതേപടി അവിടെ അനുസരിക്കുകയാണ്. സാറ അബ്രഹാമിനെ അനുസരിച്ച് സാറ തന്റെ ജീവിതത്തെ തന്റെ മുമ്പാകെ സമർപ്പിച്ച് വളരെ ദയയോടെ കാര്യങ്ങൾ പ്രവർത്തിക്കുന്ന ഒരു സാറയെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. നമ്മുടെ ജീവിതത്തില് ഏറ്റവും മാതൃകയാക്കാവുന്ന ഒരു സ്വഭാവമാണ് സാറയുടെ ഒരു സ്വഭാവം. നമുക്ക് ദയ കാണിക്കാൻ കഴിയുന്നിടത്ത് മറ്റൊരു കാര്യം പറയുന്നു, നന്മ ചെയ്യാനായിട്ട് നമുക്ക് ലഭിക്കുന്ന, ഞാൻ മുഖാന്തരം ഒരു വ്യക്തിക്ക് നന്മയുണ്ടാകുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പൊ എന്റെ ജീവിതത്തിലൂടെ മറ്റൊരു വ്യക്തിക്ക് നന്മയുണ്ടാകുന്നെങ്കിൽ അത് ദൈവനാമ മഹത്വത്തിന് കാരണമായി തീരട്ടെ, ഒരു വ്യക്തിയുടെ ജീവിതത്തിന്റെ അനുഗ്രഹത്തിന് അത് കാരണമായി തീരട്ടെ എന്നുള്ള ഒരു ബോധ്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. നമ്മളിങ്ങനെ ജീവിച്ചു പോയി ആരെയും ഉപദ്രവിക്കുന്നില്ല, ആരെയൊട്ട് സഹായിക്കുന്നുമില്ല, ആരെയും നമ്മൾ ശ്രദ്ധിക്കുന്നേ ഇല്ല, ഞാൻ എന്തായാലും സ്വർഗത്തിൽ പോകുമല്ലോ എന്നുള്ള ചിന്തയിൽ അല്ല നമ്മൾ ജീവിക്കേണ്ടത്. നമുക്ക് കർത്താവ് ആയുസ് നൽകുവോളം, നമുക്ക് കർത്താവ് എത്ര നാൾ ജീവിക്കാൻ ഹെൽപ്പ് നൽകുന്നോ അത്രയും കാലം ദൈവനാമ മഹത്വത്തിന് വേണ്ടി നന്മ ചെയ്യുകയും ഞാൻ മുഖാന്തരം ഒരാൾ അനുഗ്രഹിക്കപ്പെടുന്നെങ്കിൽ അത് അനുഗ്രഹിക്കപ്പെട്ടോട്ടെ എന്നുള്ള ചിന്തയായിരിക്കണം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ടത്. നമ്മൾ ദയ കാണിക്കാനായിട്ട് മറന്നു പോകരുത്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, സാറ ചിരിച്ച കാര്യമൊക്കെ നമുക്ക് കൃത്യമായിട്ട് അറിയാം, നമ്മൾ പലപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്. പക്ഷെ സാറ അതിന് തൊട്ട് മുന്നേ പറയുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ പ്രസവിക്കാതിരിക്കാൻ യഹോവ എന്റെ ഗർഭം അടച്ചിരിക്കുന്നുവല്ലോ. അപ്പൊ ഒരു ബോധ്യം സാറയ്ക്കുണ്ടായിരുന്നു, ഞാന് പ്രസവിക്കാതിരിക്കുന്നതിന്റെ കാരണം ആരാ? യഹോവയാണ്. എന്റെ ജീവിതത്തിൽ പ്രതിസന്ധികളൊക്കെ ഉണ്ട്, ശരിയാ, പ്രശ്നങ്ങളുണ്ട്, എനിക്ക് കുറവുകളുണ്ട്, എല്ലാം ശരിയാണ്. പക്ഷെ ഞാനിപ്പോ ഈ കടന്നു പോകുന്ന സാഹചര്യങ്ങൾ അതെനിക്ക് കർത്താവ് തന്നതാണ് എന്നുള്ളൊരു ബോധ്യം സാറായിക്കൊണ്ടായിരുന്നു. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ വരുന്ന പ്രതിസന്ധികളെ, പ്രശ്നങ്ങളെ ഒക്കെ നമ്മളിങ്ങനെ എല്ലാം പിശാചിന്റെ വഴി വരുന്നതാണെന്നും എല്ലാം എനിക്ക് പ്രതികൂല സാഹചര്യങ്ങളാണെന്ന് പറഞ്ഞ് മാറ്റി വെക്കാതെ, ഇവിടെ സാറായുടെ ജീവിതത്തിലുണ്ടായ അത്ഭുതം എന്ന് പറയുന്നത് നമ്മളെ ഇന്നും ധൈര്യപ്പെടുത്തുന്ന, ബലപ്പെടുത്തുന്ന ഒരു ഭാഗമാണ്. അപ്പൊ അങ്ങനെ ഒരു വലിയ നിയോഗം അല്ലെങ്കിൽ വലിയൊരു വാക്തത്വത്തിന്റെ പൂർത്തീകരണത്തിലേക്ക് എത്തിപ്പെടേണ്ടതിനാണ് ഇപ്പൊ സാറ ഈ അനുഭവത്തിലൂടെ കടന്നു പോകുന്നത്. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ചില പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഇങ്ങനെ അലയടിച്ചു വരുമ്പോ നമുക്കൊരു ചിന്ത വേണം, ഇത് യഹോവയാൽ സംഭവിച്ചു, അത് സാരമില്ല, അത് ഒരു കാലം കഴിയുമ്പോഴത്തേക്കും ദൈവം എന്റെ ജീവിതത്തിൽ വലിയവ ചെയ്യുവാനായിട്ട് ഇടയായി തീരുമെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ട് ഉണ്ട്. അവിടെ പറയുന്നുണ്ട്, പക്ഷെ ഈ സാറയ്ക്ക് ഇങ്ങനെ നല്ല സ്വഭാവങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും സാറ കർത്താവ് വലിയവ ചെയ്യുമെന്ന് ഞാൻ ചിന്തിച്ചില്ല, എന്റെ ജീവിതത്തിൽ പ്രതിസന്ധി വന്നത് കർത്താവ് മുഖാന്തരമാണ് എന്നുള്ള ബോധ്യം സാറയ്ക്ക് ഉണ്ടായിരുന്നെങ്കിലും ദൈവം എന്റെ ജീവിതത്തിൽ വലിയവ ചെയ്യാൻ ഇടയായി തീരുമെന്നുള്ള ചിന്ത സാറായിക്ക് ഇല്ലായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. വാക്തത്വം ഉണ്ട് അബ്രഹാമിന്. എന്താ വാക്തത്വം ഉണ്ടായിരുന്നത്? നിന്റെ ഉദരത്തിൽ നിന്ന് പുറപ്പെടുന്നവൻ തന്നെ നിന്റെ അവകാശിയാകും എന്നുള്ള ഒരു വാക്തത്വം അബ്രഹാമിന് ദൈവം നൽകുന്നവരാണ്. അപ്പൊ നിന്റെ ഉദരത്തിൽ, ആരെയും നിന്റെ ഉദരം എന്ന് പറഞ്ഞ സാരയോ. അപ്പൊ സാറായിലൂടെ ഒരു വാക്തത്വ സന്തതിയെ പുറപ്പെടുവിക്കാനുണ്ട് എന്നുള്ള ഒരു വാക്തത്വം ആരാ നൽകുന്നത്? അവരെയൊക്കെ നിർമ്മിച്ച, നമ്മളെയൊക്കെ നിർമ്മിച്ച ഈ സർവ്വത്തിന്റെയും ഉടയവനായ കർത്താവ് പറയാ ഇത് സംഭവിക്കും. പക്ഷെ അബ്രഹാം പറയാ ഇല്ല, നടക്കത്തില്ല. അതിന്റെ താഴോട്ട് ഞാൻ വായിച്ച സമയത്ത് അബ്രഹാമിന്റെ ആ ഒരു പ്രതികരണത്തെ പറ്റി ഞാൻ വിചാരിച്ചു കവിണ്ണു വീണ് കരഞ്ഞതായിരിക്കും. കാരണം ദൈവം ഇത്രയും കാര്യങ്ങൾ എന്നോട് പറഞ്ഞല്ലോ എന്നൊക്കെ ഓർത്ത് സങ്കടം വന്ന് ഇത്രയും പ്രായത്തിലൊക്കെ കർത്താവ് എനിക്ക് ഇങ്ങനെ തരുമല്ലോ എന്നൊക്കെ ഓർത്ത് കരഞ്ഞതായിരിക്കും. കവിണ്ണു വീണ് കരഞ്ഞു ഞാൻ അങ്ങ് കൂട്ടി അങ്ങ് വായിച്ചു. പക്ഷെ പിന്നെ തിരിഞ്ഞൊന്ന് നോക്കിയപ്പോഴാണ് അവിടെ കവിണ്ണു വീണ് ചിരിച്ചെന്നാ പറയുന്നത്. അപ്പൊ അങ്ങനെ ഒരു പ്രതികരണമായിരുന്നു അബ്രഹാമിനുണ്ടായിരുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ, ഇത്രയും ആശ്രയിക്കുന്ന, കർത്താവിൽ മാത്രം പ്രത്യാശ വെക്കുന്ന അബ്രഹാം ചിരിക്കുക അവിടെ ചെയ്യുന്നേ. സാറ ചിരിച്ച കാര്യം നമുക്കറിയാം. അതേപോലെ തന്നെ അബ്രഹാമും അവിടെ ദൈവസന്നിധിയിൽ ഇരുന്ന് ചിരിക്കുക. എന്താ കവിണ്ണുണ്ടെങ്കിൽ ചിരിക്കുക. അപ്പൊ ആ ഒരു അവസ്ഥയാണ്
എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. കർത്താവ് പറയും, നിന്നെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ഞാൻ മാനിക്കും, നിന്നെ ഞാൻ ശുശ്രൂഷയിൽ ഉയർത്തും, നിനക്ക് ഇന്ന സ്ഥലങ്ങളിലൊക്കെ പോകാനുണ്ട്, നിന്നെ കർത്താവ് വലിയ ഒരു ജാതിയാക്കും എന്നൊക്കെ അബ്രഹാമിനോട് പറയുമ്പോഴും അല്ലെങ്കിൽ നമ്മളോടൊക്കെ പറയുമ്പോഴാണെങ്കിലും നമ്മുടെ മനോഭാവം പലപ്പോഴും കർത്താവ് ഇതൊക്കെ നടക്കുവോ, ഞാൻ ഇന്ന സാഹചര്യത്തിലുള്ള ആളല്ലേ, എന്റെ പ്രതിസന്ധി ഇങ്ങനെയാണ്, ഞാൻ ഇങ്ങനെയൊക്കെയാ, ഇതിൽ നിന്നും ഒരിക്കലും വിടുതൽ ഉണ്ടാകത്തില്ല, ഇങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ഞാൻ ഉള്ളത് എന്ന് പറഞ്ഞ് കർത്താവിനോട് അങ്ങോട്ട് നമ്മൾ പറയുന്ന ഒരു അനുഭവമുണ്ട്. പക്ഷെ അതല്ല നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ടത്. പറഞ്ഞത് കർത്താവാണെങ്കിൽ, വാഗ്ദത്തം തന്നത് കർത്താവാണെങ്കിൽ അത് പൂർത്തീകരിക്കുവാൻ കർത്താവിന് സാധിക്കുമെന്ന് നമ്മൾ സംശയിക്കാനേ പാടില്ല. കാരണം എന്താണെന്നറിയാമോ? കർത്താവിനാൽ അസാധ്യമായത് ഒന്നുമില്ല എന്ന ദൈവത്തിന്റെ വചനം പറയുന്നത്. ഒന്നും എന്ന് പറഞ്ഞ ഒന്നും കർത്താവാണോ പറഞ്ഞത് അത് സംഭവിക്കുക തന്നെ ചെയ്യും. അവിടെ പറയുന്ന ഒരു കാര്യമുണ്ട്, സാറായി എന്ന വാക്കിന്റെ അർത്ഥവും സാറ എന്നുള്ള വാക്കിന്റെ അർത്ഥവും രണ്ടും ഒന്ന് തന്നെയാ, പ്രഭകുമാരി എന്ന അർത്ഥം വരുന്നത്. പക്ഷെ സാറായിനെ പറയുന്നൊരു കാര്യമുണ്ട്. നമ്മൾ മലയാളത്തിന്റെ ബൈബിള് വായിക്കുന്ന സമയത്ത് സാറായിയോടും അബ്രാമിനോടും പറയുന്നൊരു കാര്യമുണ്ട്, അങ്ങനെയല്ല നിങ്ങളെ വിളിക്കേണ്ടത് എന്നാ പറയുന്നത്. പക്ഷെ ഇംഗ്ലീഷ് ബൈബിൾ നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്ത് നോക്കുന്ന സമയത്ത് അബ്രാമിനോട് പറയാ, നിന്നെ അങ്ങനെ വിളിക്കത്തില്ല, നിന്നെ അങ്ങനെ വിളിക്കത്തില്ല എന്നാ പറയുന്നത് ദൈവം അബ്രഹാമിനോട്. പക്ഷെ സാറായിയോട് പറയാണ് സാറായി എന്ന് വിളിക്കരുത് എന്നവിടെ പറയുന്നേ. അപ്പോ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട് കഴിഞ്ഞപ്പോ സാറായിയുടെ ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടാകും. എന്താണെന്നറിയോ? സാറായി എന്ന പേരിന്റെ അർത്ഥം എന്റെ രാജകുമാരി എന്ന. പക്ഷെ സാറ എന്ന വാക്കിന്റെ അർത്ഥം രാജകുമാരി എന്ന. സാറ മുമ്പേ ഒരു പേഴ്സണലായിട്ട് അല്ലെങ്കിൽ അത് അബ്രഹാമിന്റെയാ, അല്ലെങ്കിൽ ഒരു കുടുംബത്തിന്റെയാ, ആ ഒരു കൂട്ടത്തിന്റെ, അല്ലെങ്കിൽ തന്റെ ഭർത്താവിന്റെ, അല്ലെങ്കിൽ അങ്ങനെ തനിക്ക് ചുറ്റുമായി നിൽക്കുന്ന ആ വീട്ടിന്റെ ഉള്ളിൽ അവരുടെ രാജകുമാരി എന്ന തരത്തിലാണ് സാറായി എന്ന പേരിന്റെ അർത്ഥം വരുന്നത്. പക്ഷെ കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ട് കഴിഞ്ഞപ്പോ, കർത്താവിനാൽ മാനിക്കപ്പെട്ട് കഴിഞ്ഞപ്പോ കർത്താവ് പറയാ, ഞാൻ വലിയൊരു ജാതി തരും എന്നൊക്കെ പറയുമ്പോ, ജനത്തെ കർത്താവ് തരും എന്നൊക്കെ പറയുമ്പോ, മക്കളെ നിങ്ങൾക്ക് അതുപോലെ തരുമെന്ന് പറയുമ്പോ അവർക്കൊക്കെയും മാതാവായിരിക്കും എന്ന് പറഞ്ഞ് സാറയെ അനുഗ്രഹിക്കുന്ന ആ ഒരു സമയത്ത് കർത്താവ് പറയുന്ന ഒരു കാര്യമുണ്ട്. നീ എന്താ പറയുന്ന അറിയോ? സാറായി എന്ന് വിളിക്കുന്നത് എന്ന് പറഞ്ഞാൽ എന്റെ രാജകുമാരി എന്നല്ല നീ ഇനി വിളിക്കേണ്ടത്, രാജകുമാരി എന്ന്. അപ്പൊ അനേകർക്ക് അനുഗ്രഹിക്കപ്പെടാനായിട്ടുണ്ട്, അനേകം വലിയ ദൈവിക പ്രവൃത്തികൾ അവളിലൂടെ സംഭവിക്കേണ്ടതായിട്ടുണ്ട്. ജാതികൾക്ക് മാതാവായി തീരുകയും ജാതികളുടെ രാജാക്കന്മാർ അവളിൽ നിന്ന് ഉത്ഭവിക്കുകയും ചെയ്യും. അപ്പൊ പറയാ, ഇപ്പൊ നീ ഈ കുടുംബത്തിൻ്റെതാകാം, പക്ഷേ ഇപ്പൊ ഞാൻ പറയാണ്, യഹോവയായ ഞാൻ നിന്നോട് പറയാ, ഒരുപാട് കാര്യങ്ങള് അവളിലൂടെ നിവർത്തിക്കേണ്ടതായിട്ടുണ്ട്, വലിയൊരു ജാതി പ്രഭുക്കന്മാർ അവളിലൂടെ ഉത്ഭവിക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ അത് നിന്റേതായിട്ട് മാത്രമല്ല, ഇനി അതിനൊരു വിശാലതയിലേക്ക് വരുന്ന ആ ഒരു അനുഭവത്തിലൂടെയാണ് ഇനി അവൾ കടന്നു പോകുന്നത് എന്ന് ദൈവം അവരോട് പറയാണ്, അബ്രഹാമിനോട് പറയാണ്. അപ്പൊ അതുപോലെ നമ്മുടെ ജീവിതത്തില് കർത്താവ് നമ്മോട് പറയുന്ന ഒരു കാര്യമുണ്ട്. നീ ഇപ്പൊ നിന്റെ ഭവനത്തിലായിരിക്കാം ഉള്ളത്, നമ്മളിപ്പോ മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം. പക്ഷെ ശുശ്രൂഷാ തലത്തിലേക്ക് വരുന്ന സമയത്ത് ഇത് ഒതുങ്ങിക്കൂടാനുള്ള ഒരു അനുഭവമല്ല, മറിച്ച് അനേകരിലേക്ക് ദൈവത്തിന്റെ പ്രവൃത്തികളെ വെളിപ്പെടേണ്ടതിന്, ദൈവത്തിന്റെ വാഗ്ദത്തം നിവർത്തീകരിക്കേണ്ടതിന്, അനേകം പേരുടെ അനുഗ്രഹത്തിന് നമ്മളൊരു പാത്രമായി തീരേണ്ടതിന്, വലിയൊരു ദൈവിക പ്രവൃത്തി നടക്കേണ്ടതിന് നമ്മൾ ഓരോരുത്തരും കാരണമായി തീരണമെന്ന് നമ്മൾ മറന്നു പോകരുത്. അപ്പൊ എങ്ങനെയാണ് നമ്മളൊരു ശുശ്രൂഷയ്ക്കായിട്ട് ഇറങ്ങിത്തിരിക്കുന്ന സമയത്ത് കർത്താവ് നമ്മോട് കൂടെ ഇരിക്കുന്ന ഒരു കർത്താവാ. അപ്പൊ ധൈര്യത്തോടെ നമ്മുടെ ഹൃദയത്തിന് നല്ല ആഗ്രഹങ്ങളെ ചെയ്യുവാൻ ദൈവം നമുക്ക് കൃപ നൽകും. കർത്താവെ, എനിക്ക് അനേകം പേരോട് ദൈവത്തിന്റെ വചനം പറയണമെന്ന് ആഗ്രഹമുണ്ട്, അനേകം പേരുടെ ഇടയിൽ ശുശ്രൂഷിക്കണമെന്ന് ആഗ്രഹമുണ്ട്. ഞാൻ കുറെ നാള് മുന്നേ ഞാൻ ആഗ്രഹിച്ചിരിക്കുക, പ്രാർത്ഥിച്ചിരിക്കുക, ആരും കാണാത്ത ഇടങ്ങളിൽ കരഞ്ഞുകൊണ്ടേയിരിക്കുക. പക്ഷെ ദൈവം പറയുന്നൊരു കാര്യമുണ്ട്, സാഹചര്യങ്ങളെ നോക്കണ്ട, മറ്റു കാര്യങ്ങളൊന്നും നീ നോക്കണ്ട, മറിച്ച് ദൈവം മുമ്പാകെ മുട്ടുമടക്കുവാൻ തയ്യാറാണെങ്കിൽ നിന്നിലൂടെ വലിയ ദൈവിക പ്രവൃത്തികളെ ചെയ്യുവാൻ ദൈവത്തിന് കഴിയുമെന്നതില് യാതൊരു സംശയവുമില്ല. നിന്റെ സൗന്ദര്യമല്ല ഇവിടെ പ്രശ്നം, നിനക്ക് തലമുറയില്ലെന്ന് അല്ല അവിടെ പ്രശ്നം, മറ്റ് സൗഭാഗ്യങ്ങളൊന്നും ഇവിടെ ഒരു പ്രശ്നമല്ല. ദൈവമാണോ പറഞ്ഞത്, വാഗ്ദത്തം കർത്താവിൻ്റെതാണോ, അത് നിവർത്തീകരിക്കുക തന്നെ ചെയ്യുവാനായിട്ട് ഇടയായി തീരുമെന്ന് നമ്മൾ ഓർക്കേണ്ടതായിട്ട് ഉണ്ട്.
അതുപോലെ വാഗ്ദത്തങ്ങൾ നമ്മൾ കേൾക്കുമ്പോൾ സംശയിച്ചു പോകാനായിട്ട് പാടില്ല. ഒരു ദൈവത്തിന്റെ വചനത്തിലൂടെ ആരെങ്കിലും ദൈവത്തിന്റെ ദൂതുകളെ കൈമാറുമ്പോൾ ഇപ്പൊ നമുക്ക് പലതും പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എങ്കിലും നമുക്ക് യഥാർത്ഥമായി ദൈവശബ്ദമാണ് എന്ന് ഉറപ്പിക്കാനായിട്ട് നമുക്ക് കഴിഞ്ഞാൽ നമ്മൾ അത് എന്ത് ചെയ്യണം? സ്വീകരിക്കാനായിട്ട് നമ്മൾ തയ്യാറാകണം. അതിനെ ഒരു അലക്ഷ്യമായ രീതിയിൽ നമ്മൾ കാണുവാനായിട്ട് ഇടയായി തരരുത്. ഇപ്പൊ സാറായോട് പറഞ്ഞ കാര്യം എന്തുവാ? ഒരു മകൻ നിനക്കുണ്ടാകും, നടക്കുവാനുള്ള യാതൊരു സാഹചര്യമില്ല. അവർ രണ്ടുപേരും ചിരിച്ചു എന്ന് പറഞ്ഞ അത്രയും പോലും സാഹചര്യം അവിടെ അനുകൂലമല്ലായിരുന്നു. രണ്ടുപേരും ചിരിച്ചു. മൊത്തം പ്രശ്നങ്ങളാ. പക്ഷേ നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെയാ. കർത്താവ് ഒരു വാർത്തത്വം പറയുമ്പോൾ നമ്മുടെ സാഹചര്യം നോക്കണേ. ഹാഗാറിന്റെ ജീവിതം നമ്മൾ നോക്കിക്കേ. ഹാഗാറിനോട് അബ്രഹാമിന്റെ പ്രാർത്ഥനയാൽ ഇസ്മായിലിന് യാതൊരു പ്രതിസന്ധി ഉണ്ടാവത്തില്ല എന്നൊക്കെ അവിടെ പറയുന്നുണ്ട്. പക്ഷെ ഹാഗാർ എന്ത് ചെയ്യാന്നറിയോ? കുഞ്ഞിനെ അവിടെ മാറ്റി നിർത്തിട്ട് ഇപ്പുറം വന്ന് കരയുക. എന്താ പ്രശ്നം എന്നറിയോ? മരുഭൂമിയാ ഒന്നാമത്തെ പ്രശ്നം. 2, വെള്ളം തീരെയില്ല, കൊച്ചു മരിക്കാനായി, ആരും ആശ്രയമില്ല. ഇതൊക്കെയാ ഹാഗാർ ചിന്തിക്കുന്നത്. അബ്രഹാം ഓൾറെഡി ഹാഗാറിനോട് പറഞ്ഞു, നീ ധൈര്യമായിട്ട് പൊക്കോളാൻ പറഞ്ഞു, ഇന്ന കാര്യങ്ങളൊക്കെ കർത്താവ് നിനക്ക് വേണ്ടി ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു. പക്ഷെ അതൊന്നും ചിന്തിക്കാതെ ഹാഗാർ ഇട്ടിരുന്ന് കരയുക. നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെയാ. കർത്താവ് പല വാഗ്ദത്തങ്ങളും പല കാര്യങ്ങളും ദർശനങ്ങളിലൂടെ ആണെങ്കിലും നമ്മളോട് സംസാരിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മൾ ദൈവസന്നിധിയിൽ ഇരുന്ന് പിന്നെയും കരയുക. മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മൾ പിന്നെയും കരയുക. അയ്യോ, എന്റെ ജീവിതത്തിൽ ഇങ്ങനെയാണല്ലോ, ഞാൻ ഇങ്ങനെയാണല്ലോ, ഇതിനൊരു വിടുതലില്ലല്ലോ, ഞാൻ ഇങ്ങനെ അങ്ങ് പോകുമോ, എന്റെ ജീവിതാവസാനം വരെ ഞാൻ ഇങ്ങനെ ആയിത്തീരുമോ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഇങ്ങനെ കരഞ്ഞുകൊണ്ടേയിരിക്കുക. അത് ദൈവം മുമ്പാകെയുള്ള പ്രാർത്ഥന കരച്ചിലൊന്നുമല്ല, അല്ലാതെ വിഷമത്തോടെ നീ കരയുന്ന ഒരു അനുഭവം. പക്ഷെ ഇനി മുതൽ കർത്താവ് നമ്മളോട് പറയാ, ഇനി നീ വിഷമിക്കണ്ട, നീ ഭാരപ്പെടണ്ട, നിരാശപ്പെടണ്ട. കർത്താവാണോ വാഗ്ദത്തം നിനക്ക് തന്നത്, അത് പൂർത്തീകരണത്തിലേക്ക് എത്തിക്കുവാൻ കർത്താവിന് കഴിയുക തന്നെ ചെയ്യും. അപ്പൊ ആ ഒരു പ്രാർത്ഥനയോടെ നമ്മൾ ആയിരിക്കണം. കർത്താവ്, ഞാൻ നിന്നിൽ ആശ്രയിക്കുന്നു, ഞാൻ നിന്നെ വിശ്വസിക്കുന്നു, നീ എന്റെ ജീവിതത്തിൽ വൻ കാര്യങ്ങളെ ചെയ്യുവാൻ ഇടയാകും എന്ന് നമ്മൾ വളരെ പ്രാർത്ഥനയോടെ ആയിരിക്കുകയും നമുക്കൊരു വിശ്വാസം ഉണ്ടായിരിക്കുകയും ചെയ്യണം. അനന്തരം യഹോവ താൻ അരുളി ചെയ്തിരുന്നത് പോലെ സാറായെ സന്ദർശിച്ചു. താൻ വാഗ്ദത്തം ചെയ്തിരുന്നത് പോലെ യഹോവ സാറായിക്ക് നിവർത്തീകരിച്ചു. ഇപ്പൊ പറഞ്ഞ പോലെ ഒരു നിവർത്തീകരണത്തിലേക്ക് അവിടെ വരിക. സാറായുടെ പ്രശ്നങ്ങളൊന്നും ദൈവത്തിനൊരു പ്രശ്നമല്ല. സാറ ഇങ്ങനെ ഇത്രയും നാളായെന്നോ കാലം പ്രശ്നമല്ല, കർത്താവിന് സാഹചര്യം പ്രശ്നമല്ല. ഇത് കർത്താവല്ലേ പറഞ്ഞത്. അപ്പൊ വിശ്വസിക്കുക മാത്രം ചെയ്യുക, എന്നാൽ വലിയൊരു ദൈവിക പ്രവൃത്തിയിലേക്ക് കാരണമായി തീരും. സാറ ചിരിച്ച സമയത്ത് പെട്ടെന്ന് എന്തിനു ചിരിച്ചെന്ന് ചോദിക്കുന്ന സാറ പറഞ്ഞു, ഞാൻ ചിരിച്ചൊന്നുമില്ലെന്ന് ഒരു ഭയത്തോടെ പറയുന്ന ഒരു അനുഭവമുണ്ട്. സാറ പിന്നീട് അത് ഏറ്റെടുക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പൊ നമ്മുടെ ജീവിതത്തിലെ സമയം വൈകിട്ടൊന്നുമില്ല. ഈ ദിവസങ്ങളിൽ കർത്താവ് പറഞ്ഞ വാഗ്ദത്തങ്ങളെ ഓർക്കുകയും ദൈവത്തെ സ്തുതിക്കുകയും ചെയ്യണം. കർത്താവ്, എന്റെ ജീവിതം ഇങ്ങനെ ആയിക്കോട്ടെ, സാരമില്ല, ഇതിൽ കർത്താവ് എനിക്ക് വാഗ്ദത്തം ചെയ്തിട്ടുണ്ടല്ലോ, അത് നടക്കും കർത്താവെ, ഞാൻ വിശ്വസിക്കുക, ഞാൻ അങ്ങനെ ആശ്രയിക്കുക എന്ന് പറഞ്ഞ് ഒരു പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. 100 വയസ്സുള്ളവന് മകൻ ജനിക്കുമോ, 90 വയസ്സുള്ള സാറ പ്രസവിക്കുമോ എന്നൊക്കെ അവര് ഹൃദയത്തിൽ പറയുന്നതായിട്ട് അവിടെ ഉണ്ട്. അപ്പൊ ഹൃദയത്തില് അവര് പറയുന്നുണ്ട്, കർത്താവ് ഇതൊക്കെ നടക്കുമോ എന്നുള്ള ചോദ്യം. പക്ഷെ നമ്മൾ എന്ത് ചെയ്യരുത്? കർത്താവ് ഇതൊക്കെ നടക്കുമോ എന്ന് ചോദിക്കരുത്. കർത്താവ് ഇതൊക്കെ നടക്കും, അങ്ങനെയും ഇതൊക്കെ സംഭവിക്കും, അങ്ങനെ ഇതൊക്കെ നിവർത്തീകരണത്തിലേക്ക് വരും എന്ന് നമ്മൾ ധൈര്യത്തോടെ പ്രത്യാശയോടെ നമ്മൾ പറയണം. അതുപോലെ തന്നെ ഹാഗാറിനെ പറ്റി നമ്മൾ പറഞ്ഞല്ലോ. ഉൽപ്പത്തി 21-ാമത്തെ അധ്യായത്തിലാണ് നമുക്ക് ഹാഗാറിനെ കാണാനായിട്ട് പറ്റുന്നത്. അവിടെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ജീവിതത്തിലുള്ള പ്രതിസന്ധികളൊക്കെയാണ് ഹാഗാറിന് മുമ്പിൽ വലിയ കാര്യങ്ങളായിട്ടിരുന്നത്. പക്ഷേ അവിടെ 19-ാമത്തെ വാക്യത്തിൽ, ഉൽപ്പത്തി 21-ാമത്തെ അധ്യായം അതിന്റെ 19-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയാ, ദൈവം അവളുടെ കണ്ണ് തുറന്നു, അവൾ ഒരു നീരുറവ് കണ്ടു, ചെന്ന് തുരുത്തിയിൽ വെള്ളം നിറച്ചു, ബാലനെ കുടിപ്പിച്ചു. ദൈവം അവളുടെ കണ്ണ് തുറന്നു. ദൈവം അവളുടെ കണ്ണ് തുറന്നു. ഈ കണ്ണ് അടഞ്ഞിരിക്കുന്ന പലതും ദൈവിക പ്രവൃത്തികളെ കാണുവാൻ കഴിയാതെ അടഞ്ഞിരിക്കുന്നതായ ചില അനുഭവങ്ങളുണ്ട്. അപ്പൊ അങ്ങനെയുള്ള അനുഭവങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ദൈവം മുമ്പാകെയുള്ള ദൈവം വരുന്ന നാളുകളിൽ നടത്താനായിട്ട് പോകുന്ന ദൈവിക പ്രവൃത്തികളെ നമുക്ക് കാണുവാനോ ഗ്രഹിക്കുവാനോ കഴിയത്തില്ല. അപ്പൊ ഈ ദിവസങ്ങളിൽ ദൈവസന്നിധിയിൽ ഇരുന്ന് നമ്മൾ പ്രാർത്ഥിക്കേണ്ടതായ ഒരു കാര്യം എന്താണെന്ന് അറിയാമോ? കർത്താവിന്റെ കണ്ണൊന്ന് തുറക്കണം. ചില ആത്മീയ നന്മകളെ കാണുവാൻ, ചില ദൈവിക പ്രവൃത്തികളെ കാണുവാൻ, ചില ദൈവിക ദർശനങ്ങളെ കാണുവാൻ എന്റെ അകക്കണ്ണുകളെ തുറക്കണമേ എന്നുള്ള ഒരു പ്രാർത്ഥന നമുക്കുണ്ടായിരിക്കണം. ലൂക്കോസിന്റെ സുവിശേഷം നമുക്കൊന്ന് വായിക്കാം. ലൂക്കോസിന്റെ സുവിശേഷം 24-ാമത്തെ അധ്യായം അതിന്റെ 31-ാമത്തെ വാക്യം.
24 13 വാക്യം. അന്ന് തന്നെ അവരിൽ 2 പേർ യെരൂശലേമിൽ നിന്ന് 7 നാഴിക ദൂരമുള്ള എമ്മൗസ് എന്ന ഗ്രാമത്തിലേക്ക് പോകുകയും ഈ സംഭവിച്ചതിനെ കുറിച്ചൊക്കെയും തമ്മിൽ സംസാരിച്ചും തർക്കിച്ചും കൊണ്ടിരിക്കുമ്പോൾ യേശു താനും അടുത്തു ചെന്ന് അവരോട് ചേർന്ന് വന്നു. അവനെ അറിയാതെ വണ്ണം അവരുടെ കണ്ണ് നിരോധിച്ചിരുന്നു. അവൻ അവരോട്, നിങ്ങൾ വഴി നടന്ന് തമ്മിൽ വാദിക്കുന്ന ഈ കാര്യം എന്ത് എന്ന് ചോദിച്ചു. അവർ വാടിയ മുഖത്തോടെ നിന്നു. അപ്പൊ ഈ ഒരു ഭാഗത്ത് പറയുന്ന ഒരു കാര്യം എന്താണെന്നറിയാമോ? കർത്താവ് ഉയർത്തെഴുന്നേറ്റ് അത് കഴിഞ്ഞ് അവർ 2 പേര് ഇങ്ങനെ യെരൂശലേമിൽ നിന്ന് ഇങ്ങനെ നടന്നു പോകുന്ന സമയത്ത് കർത്താവും കൂടെ അവരുടെ കൂടെ നടക്കുക. അപ്പൊ ഇവര് ഈ ഒരു കാര്യത്തെ പറ്റി ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നടക്കുന്ന ആ ഒരു സമയം. അപ്പൊ കർത്താവാണ് കൂടെ നടക്കുന്നത് എന്ന് അറിയുവാൻ കഴിയാതെ അവരുടെ കണ്ണ് കർത്താവ് തന്നെ അവിടെ നിരോധിച്ചിരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അപ്പൊ കർത്താവ് കൂടെ നടക്കുന്നത് എന്നുള്ള ഒരു ചിന്ത പലർക്കും ഇല്ല എന്നുള്ളത് നമുക്ക് കാണാം. പക്ഷെ 31 വാക്യത്തിൽ വരുമ്പോൾ അവിടെ കാണുന്നുണ്ട്, ഉടനെ അവരുടെ കണ്ണ് തുറന്ന് അവർ അവനെ അറിഞ്ഞു, അവൻ അവർക്ക് അപ്രത്യക്ഷനായി. അപ്പൊ അവിടെ വന്ന് ഭക്ഷണമൊക്കെ കഴിക്കുന്ന ആ ഒരു സമയത്താണ് അവർക്ക് ബോധ്യം വരുന്നത്, അയ്യോ കർത്താവാ ഞങ്ങളുടെ കൂടെയുള്ള ഉയർത്തെഴുന്നേറ്റ ആ ദൈവമാണ് ഇപ്പം ഞങ്ങളുടെ കൂടെ വന്നത് എന്നുള്ള ചിന്ത പിന്നീട് അവർക്കുണ്ടാകുന്നത്. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഇങ്ങനെ കടന്നു പോകുന്ന ആ ഒരു സമയമുണ്ടല്ലോ, ആ സമയത്ത് നമുക്ക് പല പ്രതിസന്ധികൾ വരുമ്പോ, പ്രശ്നങ്ങൾ വരുമ്പോ നമ്മൾ ഇങ്ങനെ പല തർക്കങ്ങളും പല വാദങ്ങളുമായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. പക്ഷെ കൂടെയുള്ള കർത്താവിനെ കാണുവാൻ നമ്മുടെ കണ്ണ് പലപ്പോഴും തുറക്കാറില്ല. പക്ഷെ ദൈവം മുമ്പാകെ സഹോദരിമാരായ നാം ആണെങ്കിലോ ദൈവം മുമ്പാകെ പറയേണ്ട ഒരു കാര്യമുണ്ട്, കർത്താവെ എന്റെ കണ്ണുകളെ ഒന്ന് തുറക്കണമേ, ദൈവത്തെ കാണുവാൻ, അങ്ങേ ഒന്ന് കാണുവാൻ. എന്റെ പ്രതിസന്ധികൾ നോക്കുവാനല്ല എന്റെ കണ്ണ് കർത്താവ് എനിക്ക് തുറന്നു തരേണ്ടത്, എന്റെ പ്രശ്നങ്ങൾ കാണുവാനല്ല കർത്താവ് എനിക്ക് തുറന്നു തരേണ്ടത്, മറ്റുള്ളവരുടെ നിന്ദയും പരിഹാസവും കുറ്റപ്പെടുത്തലും കാണാനല്ല എന്റെ കണ്ണുകളെ തുറക്കേണ്ടത്, മറിച്ച് കർത്താവ് എന്റെ കൂടെയുണ്ട്, കർത്താവിനെ ഒന്ന് കാണുവാൻ എന്റെ കണ്ണുകളെ തുറക്കണമേ എന്നുള്ള ആ ഒരു മനോഭാവമായിരിക്കണം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. അങ്ങനെയുള്ള പ്രാർത്ഥനയായിരിക്കണം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത്. അടുത്തൊരു വ്യക്തിയാണ് റിബേക്ക എന്ന് പറയുന്നത്, ഇസഹാക്കിന്റെ ഭാര്യയായ റിബേക്ക. അപ്പൊ റിബേക്കയെ പറ്റി പറയുന്ന ആ ഒരു സമയത്ത് നല്ലൊരു വ്യക്തിയായിരുന്നു റിബേക്ക. നേരത്തെ പറഞ്ഞ പോലെ തന്നെ വളരെ സൗന്ദര്യമുള്ള, സാറയെ പറ്റി പറഞ്ഞതുപോലെ തന്നെ വളരെ സൗന്ദര്യമുള്ള നല്ലൊരു വ്യക്തിയായിരുന്നു റിബേക്ക എന്ന് പറയുന്നത്. റിബേക്ക നമുക്ക് നന്നായിട്ട് അറിയാം, നല്ലൊരു ക്യാരക്ടറാണ്, മറ്റുള്ളവരെ വളരെ സഹായിക്കുകയും മറ്റുള്ളവരെ അതുകൊണ്ടാണല്ലോ അങ്ങനെ റിബേക്കയെ തെരഞ്ഞെടുക്കാനായിട്ട് ഇടയായി തീർന്നത്. അതൊക്കെ നമുക്ക് കൃത്യമായിട്ട് അറിയാം. അപ്പൊ റിബേക്കയെ പോലെ തന്നെ നമുക്കും നല്ലൊരു സ്വഭാവം എന്ന് പറയുന്നത് മറ്റുള്ളവരെ സഹായിക്കുന്ന, സാറയെ പറ്റി പറഞ്ഞതുപോലെ തന്നെയുള്ള അനുഭവമാണ് നമുക്ക് ഉണ്ടായിരിക്കേണ്ടത്. അവിടെ 24 50 വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, ഈ കാര്യം യഹോവയാൽ വരുന്നു, ഗുണമെങ്കിലും ദോഷമെങ്കിലും പറവാൻ ഞങ്ങൾക്ക് കഴിയുകയില്ല. ഇതാ റിബേക്ക നിന്റെ മുമ്പാകെ ഉണ്ടല്ലോ, കൊണ്ടുപോക എന്ന് പറഞ്ഞു. അപ്പൊ ലാബാനും ബെതുവേലും അവിടെ പറയുന്ന ഒരു കാര്യമുണ്ട്. അവരോട് പറയാണ്, ഇങ്ങനെ ഇസഹാക്കിന് വേണ്ടിയിട്ട് ഒരു ഭാര്യയെ തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ടാണ് വന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ദാസൻ പറയുന്ന സമയത്ത് അവിടെ പറയുന്നുണ്ട്, മറ്റ് ഡൗട്ട് അടിക്കുന്നത്, മറ്റ് സംശയമൊന്നും വെക്കാതെ അവിടെ അന്നേരെ ലാബാൻ പറയുന്ന ഒരു കാര്യമുണ്ട്, ഇതാ റിബേക്ക ഇവിടെ നിൽക്കുന്നുണ്ട്, ഇത് യഹോവയാൽ സംഭവിച്ച കാര്യമാ. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നില്ല, ഇതിനൊരു തടസ്സം നിൽക്കുന്നില്ല, റിബേക്ക ഇവിടെ ഉണ്ട്, നിങ്ങൾക്ക് കൊണ്ടുപോകാം എന്നുള്ള ഒരു തരത്തിലാ പറയുന്നത്. അപ്പൊ നമ്മൾ വിചാരിക്കും ചിലപ്പോൾ റിബേക്കയ്ക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ എന്നൊക്കെ ചിന്തിക്കാം. പക്ഷെ ആ സഹോദരി പറയുന്ന ഒരു കാര്യമുണ്ട്, അവിടെ പറയാണ്, ഞാൻ പോകുന്നു, അത്രയേ ഉള്ളൂ. അപ്പൊ ഇത് യഹോവയാൽ സംഭവിച്ച കാര്യമാണ് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അവിടെ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമോ സംശയിക്കേണ്ട ആവശ്യമോ അല്ലെങ്കിൽ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അതങ്ങ് ചെയ്യുവാനായിട്ട്, നമ്മളെ തന്നെ അനുസരിപ്പാനായിട്ട് അല്ലെങ്കിൽ അംഗീകരിപ്പാനായിട്ട് നമ്മെ തന്നെ അങ്ങ് വിട്ടുകൊടുക്കുക എന്നുള്ള കാര്യമേ ഉള്ളൂ. ഒന്നുകൂടെ ആഴത്തി പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്താലുള്ള പുറപ്പാടുകളെ അംഗീകരിപ്പാനും അനുസരിപ്പാനും അതിന്റെ വഴിയെ പോകാനും നമുക്ക് സാധിക്കണം. ദൈവമാ പറയുന്നത് പുറപ്പെട്ടു പോകാനും പറയുന്നെങ്കിൽ നമ്മൾ പുറപ്പെട്ടു പോകണം. ദൈവം പോകരുതെന്ന് പറയുന്ന ഇടങ്ങളിൽ പോകാതെയും ദൈവം പോകണമെന്ന് പറയുന്ന കാര്യങ്ങളിൽ അങ്ങനെ തന്നെ ചെയ്യുവാനും ദൈവം പറയണമെന്ന് പറയുന്ന കാര്യങ്ങൾ പറയാനും ഒരു ചങ്കൂറ്റം നമുക്കുണ്ടായി തീരണം. നമ്മൾ പലപ്പോഴും ശുശ്രൂഷകരെ സംബന്ധിച്ച് അങ്ങനെ പറയാറുണ്ട്. പക്ഷെ ദേവദാസന്മാരെ സംബന്ധിച്ച് ഞാൻ ഇന്ന് പറയുക, ഒരു ശുശ്രൂഷ തരത്തിലുള്ള ആ ഒരു ചിന്തയെ കർത്താവ്
കർത്താവ് ഹൃദയത്തിൽ തരുന്നത്. അതുകൊണ്ട് ഞാൻ പറയുന്നേ, നിങ്ങളോട് കർത്താവ് പോകാനോ പറയുന്നതെങ്കിൽ ചുറ്റുമുള്ള ആരെയും നിങ്ങൾ നോക്കണ്ട. കർത്താവാണോ പോകാൻ പറഞ്ഞത്, ആ പുറപ്പാടുകളെ അംഗീകരിച്ചുകൊണ്ട് കാച്ചുകൂടെ മുമ്പോട്ട് വെക്കുവാനായിട്ട് ഇടയായി തീരണം. എന്റെ വായോടുകൂടെ കർത്താവ് ഉണ്ടായിരിക്കും. എന്നിൽ അഭിഷേകം പകരാൻ കർത്താവിന് കഴിയും. നിങ്ങളുടെ വലിയ ദൈവിക പ്രവൃത്തികളെ നടത്തുവാൻ കർത്താവിന് കഴിയും. അതുകൊണ്ട് ദൈവം തരുന്ന പുറപ്പാടുകളെ, ദൈവം തരുന്ന കാര്യങ്ങളെ അത് അതേപടി അനുസരിപ്പാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. അടുത്തൊരു വ്യക്തിയാണ് ലേയ. അപ്പൊ നമ്മൾ പറഞ്ഞു, ഇപ്പൊ സാറയാണെങ്കിലും റിബേക്കയാണെങ്കിലും അവർ രണ്ടും ഭർത്താക്കന്മാര് നല്ല സപ്പോർട്ടായിരുന്നു അല്ലെ. രണ്ടുപേരും വളരെ പ്രാർത്ഥനാ മനുഷ്യന്മാര്, ദൈവസന്നിധിയിൽ വളരെ പ്രാർത്ഥിക്കുന്ന, ആരാധിക്കുന്ന, യാഗപീഠമൊക്കെ പണിത് വളരെ സന്തോഷകരമായിട്ട് പോകുന്ന ഒരു ജീവിതമാണ് രണ്ടുപേരുടെയും. പക്ഷേ അപ്പൊ നമ്മൾ പറയും അവര് നല്ല സപ്പോർട്ടിങ് ആയതുകൊണ്ടാണ് ഇങ്ങനെ നല്ല രീതിയിൽ പോകാൻ ഇടയായത് എന്ന് നമ്മൾ പറയും. പക്ഷേ വേറെ ഒരു വ്യക്തിയാണ് ലേയ. ലേയെ സംബന്ധിച്ചിടത്തോളം ഭർത്താവ് അത്ര സപ്പോർട്ട് ആയിരുന്നില്ല. നമുക്കറിയാം അല്ലെ, യാക്കോബിനെ പറ്റിയൊക്കെ നമുക്ക് നന്നായിട്ട് അറിയാം. യാക്കോബ് റാഹേലിനെ ഇഷ്ടപ്പെട്ടിരുന്നില്ല, ലേയെ ഇഷ്ടപ്പെട്ടിരുന്നില്ല. കാരണം എന്താണെന്നറിയോ, റാഹേലിനെ പറ്റി അവിടെ പറയുന്ന ഒരു കാര്യം പറയാം. റാഹേലോ സുന്ദരിയും മനോഹര രൂപിണിയുമായിരുന്നു. അപ്പൊ നേരെ ഓപ്പോസിറ്റ് ആണ് ആര്, ലേയ. ലേയെ കാണാനായിട്ട് വലിയ ഭംഗിയൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മളിപ്പോ നേരത്തെ പറഞ്ഞ പോലെ സാറയെ പോലെയോ റിബേക്കയെ പോലെയോ വലിയ സുന്ദരിയൊന്നും ആയിരുന്നില്ല ആര്, ലേയ. കാണാനൊന്നും വലിയ, മറ്റുള്ളവരാൾ എപ്പോഴും കുറ്റപ്പെടുത്തലുകളൊക്കെ ഉണ്ട ഒരു വ്യക്തി. അതുകൊണ്ടാ പിന്നെ ചതിയൊക്കെ ചെയ്യേണ്ടതായിട്ട് വന്നത്. അല്ലെങ്കിൽ നേരിട്ടങ്ങ് ചെയ്താൽ പോരായിരുന്നു വിവാഹമൊക്കെ. പക്ഷെ അതൊന്നും ചെയ്യാതെ ഒരു ചതി അവിടെ ഉണ്ടാവാനുള്ള കാരണം എന്താണെന്നറിയോ, ഈ ലേയ എങ്ങനെയെങ്കിലും മാറ്റണമായിരുന്നു. അത് പറ്റുന്നില്ലായിരുന്നു. അപ്പൊ അത്രയും വലിയ കാണാൻ ഭംഗിയില്ലാത്ത, ആരും സപ്പോർട്ട് ചെയ്യാത്തൊരു വ്യക്തിയായിരുന്നു ലേയ എന്ന് പറയുന്നത്. അപ്പൊ കണ്ണും ശോഭ കുറഞ്ഞ ഒരു വ്യക്തിയായിരുന്നു ലേയ എന്നവിടെ പറയുന്നുണ്ട്. അപ്പൊ കാണാനും മറ്റുള്ളവരാലൊരു, നമുക്ക് ചിലരെ കാണുമ്പോൾ ഒരു സന്തോഷമൊക്കെ തോന്നുന്നില്ല. ആ സന്തോഷമൊന്നും തോന്നാത്ത, വലിയ ശോഭയൊന്നും ഇല്ലാത്ത ഒരു വ്യക്തിയായിരുന്നു ലേയ എന്ന് പറയുന്നത്. അപ്പൊ യാക്കോബ് കല്യാണത്തിന് മുമ്പ് റാഹേലിനെ സ്നേഹിച്ചു. ലേയ കല്യാണം കഴിച്ചതിന് ശേഷവും, ആ ഒരു വിവാഹം നടന്നതിന് ശേഷവും റാഹേലിനെ തന്നെ സ്നേഹിക്കുക. ലേയ എന്ത് ചെയ്തില്ല, വലിയ ശ്രദ്ധയൊന്നും കൊടുത്തില്ല. പക്ഷെ പിന്നീട് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്, അവിടെ ലേയ ഒരുപാട് മക്കളെ പ്രസവിക്കുന്ന സമയത്തൊക്കെ ഇപ്പോഴെങ്കിലും ഭർത്താവിന് എന്നോട് ഇച്ചിരൂടെ ഇഷ്ടം വരുമായിരിക്കും എന്നൊക്കെ വിചാരിച്ച് ലേയ കുറച്ച് പ്രത്യാശയോടൊക്കെ ഇരിക്കുകയാണ്. പക്ഷെ അതൊന്നും എന്ത് ചെയ്തില്ല, സംഭവിച്ചില്ല. പക്ഷെ ഉൽപ്പത്തി 29 അധ്യായത്തിന് 31 വാക്യത്തിൽ ഇങ്ങനെയാ പറയുന്നത്, ലേയ അനിഷ്ട എന്ന് യഹോവ കണ്ടപ്പോൾ അവളുടെ ഗർഭത്തെ തുറന്നു. അപ്പൊ അവിടെ പറയുന്ന കാര്യം, ഈ മക്കളെന്ന് പറയുന്നത് ഒരു നന്മയാണ്. മക്കളെന്ന് പറയുന്നത് ഒരു നന്മയല്ലേ. മക്കൾ ഇല്ലാതിരിക്കുന്ന അവസ്ഥയാണെങ്കിൽ ഒരു നിന്ദയുടെ അനുഭവമാണ്. പക്ഷെ മറ്റുള്ളവരാൽ നിന്നയാണെങ്കിലും കർത്താവ് എന്ത് ചെയ്യുന്നറിയാമോ, തന്റെ നിന്നയെ മായ്ച്ചു കളഞ്ഞു. കർത്താവിന് തോന്നി ഇവളെല്ലാവരാലും അനിഷ്ടയാ, ആർക്കും ഇവളോട് ഒരു ഇഷ്ടമില്ല. അപ്പൊ കർത്താവിന് ഇങ്ങനെ കണ്ടപ്പോഴത്തേക്ക് ലേയോട് എന്ത് ചെയ്തു, ഒരു മനസ്സലിവ്. അങ്ങനെ ലേയ എന്ത് ചെയ്തു, കർത്താവ് അവളുടെ നിന്നയൊക്കെ മാറ്റി അത് തലമുറയെ നൽകി കർത്താവ് അനുഗ്രഹിക്കുക. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ കർത്താവ് നോക്കുന്നത് എന്താണെന്നറിയാമോ, ഒരു താഴ്മയുള്ള, വളരെ സ്നേഹമുള്ള ഒരു, അങ്ങനെയുള്ള ഒരു ക്യാരക്ടർ കർത്താവ് നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. നമ്മൾ മറ്റുള്ളവരെ സഹായിക്കുന്നതും, മറ്റുള്ളവരെ കരുതുന്നതും, മറ്റുള്ളവരെ സ്നേഹിക്കുന്നതും, ആത്മാർത്ഥമായ ഹൃദയത്തിൽ നിന്ന് സ്നേഹിക്കുന്നതും മറ്റാരും കണ്ടെന്നൊന്നും വരത്തില്ല. പക്ഷെ കർത്താവ് ഇതിനൊക്കെയും കണക്കിടുന്നുണ്ട് എന്ന് നമ്മൾ മറന്നു പോകരുത്. മറ്റുള്ളവരോട് അസൂയപ്പെടുമ്പോ അല്ലെങ്കിൽ മറ്റുള്ളവരോട് ഒരു പ്രയാസങ്ങളൊക്കെ തോന്നുമ്പോ നമ്മൾ ഓർക്കുമ്പോ ആരും അറിയുന്നില്ലല്ലോ, പിന്നെ ഞാൻ എന്ത് നന്മ ചെയ്തിട്ടും വലിയ ഗുണമൊന്നുമില്ല, എന്റെ ജീവിതത്തിൽ അങ്ങനെ വലിയ എപ്പോഴും പ്രതിസന്ധിയാണ്, ഞാൻ എന്ത് ചെയ്തിട്ടും വലിയ കാര്യമൊന്നുമില്ല എന്നൊക്കെ ചിന്തിച്ച് പിന്നെയും തെറ്റായ മാർഗത്തിലൂടെയൊക്കെ പോകുന്ന അനുഭവങ്ങൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിലുണ്ട്. പക്ഷെ അങ്ങനെയല്ല കർത്താവ് ആഗ്രഹിക്കുന്നത്. ഒരു നാൾ അല്ലെങ്കിൽ പിന്നൊരു നാൾ കർത്താവ് ഇതിനൊക്കെയും പ്രതിഫലം നൽകുന്ന ഒരു സമയമുണ്ട്. നിന്റെ നിന്നെയൊക്കെ മാറ്റി ഒരു പ്രത്യാശയുടെ, ഒരു അനുഗ്രഹത്തിന്റെ അനുഭവത്തിലൂടെ കടന്നു വരുന്ന ആ ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്നത് എങ്ങനെയാണെന്നറിയാമോ, ഈ പറഞ്ഞ പോലെ ലേയുടെ അർത്ഥം തന്നെ ക്ഷീണിച്ചവൾ എന്നാ. ക്ഷീണിച്ചവൾ, ഒരു ഉഷാറില്ലാത്ത എല്ലാ കാര്യത്തിനും ഇങ്ങനെ പുറകോട്ട് നിൽക്കുന്ന, ക്ഷീണിച്ച, വലിയ ആരോഗ്യമൊന്നും ഇല്ലാത്ത ഒരു വ്യക്തിയായി ലേയ എന്ന് പറയുന്നത്. ആ ഒരു അനുഭവത്തിലൂടെ ആ ഒരു വിഷയത്തെ കാണിക്കുന്ന ഒരു വ്യക്തിയാണ് ലേയ എന്ന് പറയുന്നത്. പക്ഷെ ലേയെ കർത്താവ് എന്ത് ചെയ്യുന്ന അറിയാമോ, സ്നേഹിച്ചു. തന്റെ തലമുറയെ നൽകി ലേയ അനുഗ്രഹിക്കുക. അവിടെ പറയാം ലേയ അനിഷ്ടയാണ്.
നമ്മുടെ ജീവിതത്തിൽ നമുക്ക് തോന്നുന്നുണ്ടോ ഞാനൊരു അനിഷ്ടയാണെന്ന്, മറ്റുള്ളവരായിട്ട് എന്നോട് ഒരു ഇഷ്ടം തോന്നുന്നില്ല, അങ്ങനെ നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ ഒരിക്കലും ഒറ്റയ്ക്കില്ല. നമ്മൾ സ്നേഹിക്കുന്ന, നമ്മളെ ഇഷ്ടപ്പെടുന്ന, മറ്റുള്ളവർക്ക് ഇഷ്ടമായിരിക്കാം, പക്ഷെ ദൈവത്തിന് നമ്മളെ ഇഷ്ടമാണ് എന്നുള്ള ഒരു ചിന്ത, മറ്റുള്ളവരെ സ്നേഹിക്കുന്നതും കരുതുന്നതും മറ്റുള്ളവരുടെ സ്നേഹം ആഗ്രഹിക്കുന്നതും ഒക്കെ കർത്താവ് കാണുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ദൈവത്തെ നേരത്തെ പറഞ്ഞതുപോലെ കർത്താവ് നമ്മുടെ കൂടെ ഉണ്ട് എന്ന് നമ്മളൊരു ചിന്ത, അല്ലെങ്കിൽ അങ്ങനെയുള്ള കണ്ണ് നമുക്ക് തുറക്കാനായിട്ട് സാധിച്ചാൽ നമുക്ക് പിന്നെ വരുന്ന പ്രതിസന്ധികളൊക്കെ വളരെ നിസ്സാരമായിട്ട് കാണുവാനായിട്ട് കഴിയും. വളരെ സന്തോഷത്തോടെയുള്ള, വളരെ സമാധാനത്തോടെയുള്ള ഒരു ജീവിതം നമുക്ക് നയിക്കുവാനായിട്ട് ഇടയായിത്തീരും. അഞ്ചാമതായിട്ട് ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോവുക അബീഗയിലിനെ പറ്റി. അബീഗയില് നേരത്തെ പറഞ്ഞതുപോലെ ഭർത്താവ് സപ്പോർട്ടുള്ള ഒരാളായിരുന്നില്ല ആര്, അബീഗയിൽ എന്ന് പറയുന്നത്. ലേയേക്കാൾ ഇച്ചിരി, ലേക്ക് പിന്നെ മറ്റ് പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ അബീഗയിലെ സംബന്ധിച്ചിടത്തോളം അബീഗയിൽ നല്ല സുന്ദരിയും നല്ല വിവേകമുള്ള ഒരു വ്യക്തിയുമായിരുന്നു, ഒരു സഹോദരിയായിരുന്നു അബീഗയിൽ എന്ന് പറയുന്നത്. 1 ശമൂവേലിൽ നമുക്കത് കാണാൻ പറ്റുന്നു. 1 ശമൂവേൽ 25-ാമത്തെ അധ്യായത്തിലാണ് നമ്മൾ അബീഗയിലിനെ പറ്റി കേൾക്കുന്നത്. അപ്പൊ അവൾ നല്ല വിവേകമുള്ളവരും സുന്ദരിയുമായിരുന്നു എന്ന് 25-ന്റെ 3-ാമത്തെ വാക്യത്തിൽ നമുക്ക് കാണാൻ പറ്റും. പക്ഷെ ഭർത്താവിനെ പറ്റി അവിടെ പറയുന്ന ഒരു ഭാഗമുണ്ട്, നിഷ്ഠൂരനും ദുഷ്കർമ്മിയുമായിരുന്നു എന്ന് പറയുന്നത്. നിഷ്ഠൂരനും ദുഷ്കർമ്മിയുമായിരുന്നു. മൊത്തം പ്രശ്നങ്ങളായിരുന്നു. ഒരു സമാധാനമില്ലാത്ത ഒരു അനുഭവത്തിലൂടെയാണ് അവരുടെ കുടുംബം കടന്നു പോയിരുന്നത്. നാബാൽ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അപ്പൊ അങ്ങനെയുള്ള വളരെ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന ഒരു അനുഭവത്തിലൂടെയാണ് അബീഗയിൽ തന്റെ ജീവിതം മുന്നോട്ട് നയിച്ചുകൊണ്ടിരുന്നത്. വളരെ വിവേകമുള്ള സുന്ദരിയായ ഒരു വ്യക്തി ഇപ്പൊ എന്തിലൂടെ കടന്നു പോകുക, ഇങ്ങനെ ജീവിത പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന ആ ഒരു അനുഭവം. പക്ഷെ അബീഗയിലും ഉണ്ടായിരുന്ന വ്യത്യസ്തമായ ചില സ്വഭാവങ്ങൾ. ഒന്ന്, ദൈവപുരുഷന്മാരെ ബഹുമാനിക്കുന്ന ഒരു സ്വഭാവം ആർക്കുണ്ടായിരുന്നെന്ന് അറിയാമോ? അബീഗയിലുണ്ടായിരുന്നു. ദൈവത്തിന്റെ പുരുഷന്മാരെ എന്ന് പറഞ്ഞാൽ ശുശ്രൂഷകരെ, അവരെ ആദരിക്കുകയും അവരെ ബഹുമാനിക്കുകയും അവരോട് സമയത്തോടെ സംസാരിക്കുകയും അവരുടെ നന്മയ്ക്ക്, അവിടെ ദാവീദിനോട് പറയുന്നുണ്ട് നീ കടന്നു പോകുന്നിടത്തൊന്നും നിനക്ക് അനർത്ഥം വരത്തില്ല, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ദൈവത്താൽ അനുഗ്രഹിക്കുന്ന അനുഭവങ്ങളിലൂടെ നമുക്ക് താഴോട്ട് വായിക്കുമ്പോൾ നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പൊ അങ്ങനെയുള്ള അനുഗ്രഹിക്കുന്ന എന്ന് പറഞ്ഞാൽ ദൈവപുരുഷന്മാരെ, ഉപകാരികളായവരെ വളരെ സ്നേഹിക്കുകയും അവരെ അനുഗ്രഹിക്കുകയും അവരെ കരുതുകയും ചെയ്യുന്ന, അവരെ ബഹുമാനിക്കുകയും ചെയ്യുന്ന നല്ലൊരു സ്വഭാവം അബീഗയിൽ ഉണ്ടായിരുന്നു. മറ്റൊരു സ്വഭാവം എന്ന് പറഞ്ഞാല് അവിടെ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയത് ഇപ്പൊ ദാവീദിന്റെ, ഞാൻ ചുരുക്കമായിട്ട് പറയാം, ദാവീദ് അവിടെ ചെല്ലുന്ന സമയത്ത് ഈ നാബാല് തന്നെ എന്ത് ചെയ്യാ, വളരെ മോശമാക്കി അങ്ങ് വിടുന്ന ഒരു അനുഭവം. അപ്പൊ ദാവീദിന് ദേഷ്യം വന്നു. ദാവീദ് അവിടെ നാബാലിനെ കൊല്ലാൻ വേണ്ടി പോവാ. അപ്പൊ ഈ കൊല്ലാൻ വേണ്ടി പോകുന്ന സമയത്താണ് അബീഗയിൽ ഈ കാര്യം അറിഞ്ഞ് പെട്ടെന്ന് അങ്ങോട്ട് ചെല്ലുന്നത്. അപ്പൊ അങ്ങോട്ട് ചെല്ലുന്ന സമയത്ത് പെട്ടെന്ന് ഈ അബീഗയിൽ പറയുന്ന ഒരു കാര്യമാണ്, കുറ്റം എന്റെ മേലിൽ ഇരിക്കട്ടെ എന്നുള്ളത്. കുറ്റം 2 പ്രാവശ്യം അവിടെ പറയുന്നുണ്ട്, കുറ്റം എന്റെ മേലിരിക്കട്ടെ എന്ന് പറഞ്ഞാൽ അബീഗയിൽ എന്തെങ്കിലും തെറ്റ് ചെയ്തോ? ഇല്ല. അബീഗയിൽ വിവേകമുള്ള നല്ല സ്നേഹിതയായ ഒരു ഭാര്യയാണ് ആര്, അബീഗയിലിന്റെ ഭാഗത്ത് തെറ്റൊന്നുമില്ല. പക്ഷെ തന്റെ ഭർത്താവ് ചെയ്ത പ്രശ്നമാണെങ്കിലും മറ്റുള്ളവരെ ചെയ്ത പ്രശ്നമാണെങ്കിലും അബീഗയിൽ ഇതൊന്നും ഒരു വിഷയമല്ല. അബീഗയിൽ എന്ത് ചെയ്യാം, അവരെ ദൈവപുരുഷന്റെ മുമ്പാകെ എന്ത് ചെയ്യാം, തന്നെ സമർപ്പിക്കുക. അതിനൊരു മറ്റൊരു ഭാഗം ഞാൻ പറയട്ടെ, നമ്മുടെ മറ്റുള്ളവരാൽ നമുക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളാണെങ്കിൽ ഞാൻ ഇതിലൊന്നും ഇല്ലല്ലോ, എന്റെ ജീവിതത്തിൽ ഇങ്ങനെയൊന്നും ഇല്ലല്ലോ എന്ന് പറഞ്ഞ് മറ്റുള്ളവരെ ആ ഒരു പ്രയാസത്തിലേക്ക് വിടുന്ന അനുഭവമല്ല നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത്. നമ്മൾ എന്ത് ചെയ്യണം, ദൈവത്താൽ അവരെയൊക്കെയും എന്ത് ചെയ്യണം എന്നറിയാമോ, സ്നേഹിക്കണം. അതുപോലെ ദുഷ്ടനെ ആണെങ്കിലും പ്രയാസത്തിലുള്ളവനെ ആണെങ്കിലും നമുക്ക് അടുക്കാൻ പറ്റാത്ത ആളാണെങ്കിലും സാരമില്ല, ദൈവം മുമ്പാകെ എന്ത് ചെയ്യണമെന്നറിയാമോ, നമ്മെ തന്നെ താഴ്ത്തി സമർപ്പിക്കേണ്ടതായിട്ടുണ്ട്. തന്നെ എന്ത് താഴ്ത്തുന്ന ഒരു അനുഭവം അവിടെ കാണുന്നത്. കുറ്റം എന്റെ മേലിരിക്കട്ടെ, അദ്ദേഹത്തിനൊന്നും സംഭവിക്കരുത്, അങ്ങനെയുള്ള പ്രയാസങ്ങളൊക്കെ ഉണ്ട്, ശരിയാ, ചെയ്തത് തെറ്റാ, ഒക്കെ ശരിയാ, പക്ഷെ അത് എന്റെ മേലിരിക്കട്ടെ, എന്നോട് ക്ഷമിക്കേ, ദൈവനാമത്തിൽ എന്നോട് ക്ഷമിക്കുന്നുള്ള ആ ഒരു മനോഭാവമാണ് അബീഗയിൽ ഉണ്ടായത്. അല്ലാതെ എന്തിനാ അങ്ങനെ ചെയ്തെന്നോ ഇങ്ങനെ ചെയ്തെന്നോ ഒരു പ്രയാസം ആർക്കില്ല. വളരെ സൗമ്യതയുള്ള ഒരു ഇതാ. നമ്മൾ ഹന്നയെ പറ്റി എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്. ഹന്നയ്ക്ക് വേണമെങ്കിൽ യജമാനോട് എന്ത് പറയായിരുന്നു, കുറെ കാര്യങ്ങൾ പറയായിരുന്നു. പിന്നെ എന്നാൽ ഇങ്ങനൊന്നും പറയരുത്, വീഞ്ഞു കുടിച്ച് മത്ത് പിടിച്ചിരിക്കുക എന്നൊന്നും പറയരുതായിരുന്നു, പിന്നെ ഒന്നുമല്ലെങ്കിൽ നിങ്ങളൊരു ദേവദാസനല്ലേ എന്നൊക്കെ വേണമെങ്കിൽ പറയായിരുന്നു. പക്ഷെ ഹന്ന അവിടെ പറയുന്നുണ്ട്, യജമാനനെ, അവിടെ പറയുന്ന ഒരു കാര്യം കേട്ടോ, യജമാനനെ. അവിടെ ഒരു താഴ്മയുടെ അനുഭവം. പ്രശ്നം വലുതാ, പറഞ്ഞ കാര്യവും വലുതാ, നമുക്ക് തിരിച്ചു വേണമെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പറയാം. പക്ഷേ ഇവിടെ ഹന്നയുടെ ഒരു മറുപടി എന്ന് പറയുന്നത് എങ്ങനെയായിരുന്നു പറയും, യജമാനനെ. ആ ഒരു മറുപടി അങ്ങനെയല്ല, ഞാൻ ദൈവത്തോട് എന്റെ ഹൃദയത്തെ പകരുക ചെയ്യുന്നു.
അപ്പൊ അങ്ങനെ ഒരു മനോഭാവമായിരിക്കണം. അയ്യോ, എന്റെ ജീവിതത്തിൽ ഞാൻ ചെയ്തതല്ലല്ലോ, പിന്നെ ഞാൻ പ്രതികരിക്കണ്ടേ എന്നുള്ള മനോഭാവം അല്ല നമുക്ക് ഉണ്ടായിത്തീരേണ്ടത്. മറിച്ച് കർത്താവ് അത് നോക്കിക്കോളും. അത് ഭംഗിയായി ചെയ്യുവാൻ കർത്താവിന് കഴിയും. ഹന്നയുടെ ജീവിതത്തിൽ കർത്താവ് വലിയ ചെയ്തു എന്ന് പറഞ്ഞതുപോലെ തന്നെ അബിഗയിലും എന്ത് ചെയ്യാന്നറിയാമോ? അവരുടെ മുമ്പാകെ ഒരു താഴ്മ ധരിക്കുക, ആ കുറ്റം എന്റെ മേലിരിക്കട്ടെ എന്ന് പറഞ്ഞ് ഒരുപാട് ഭക്ഷണം മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി ദാവീദിന്റെ അടുത്ത് ചെല്ലുക. ദാവീദ് എന്ത് ചെയ്യുക? ഇത്രയും നല്ലൊരു സ്വഭാവത്തിനുടമയാണെന്ന് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുക. അബിഗയിൽ ഇത്രയും നല്ല വിവേകമുള്ള, ഇത്രയും താഴ്മയുള്ള, വളരെ സ്നേഹവതിയായ ഒരു യുവതിയാണ് എന്ന് ദാവീദ് കണ്ടപ്പം ദാവീദ് ദൈവത്തെ സ്തുതിക്കുക. അപ്പൊ നമ്മളെ കാണുന്നവര് ദൈവത്തെ സ്തുതിപ്പാനായിട്ട് ഇടയായി തീരണം എന്നുള്ളതാണ് ഇതിന്ന് പറയാനായിട്ടുള്ളത്. ഒന്നുകൂടെ ഞാൻ പറയാം, നമ്മളെ കാണുന്നവർ എന്ത് ചെയ്യണം? സഹോദരിമാരായ നമ്മളെ കാണുന്നവർ ദൈവത്തെ സ്തുതിക്കുവാനായിട്ട് ഇടയായി തീരണം. കർത്താവിന്റെ സൃഷ്ടി എത്ര മനോഹരം! എന്ത് നല്ല സ്വഭാവമുള്ള വ്യക്തി, എന്ത് നല്ല പിന്നെ താഴ്മയുള്ള വ്യക്തി, എന്ത് നല്ല സ്നേഹമുള്ള ദൈവഭക്തിയുള്ള അങ്ങനെ ഒരു വ്യക്തിയാണല്ലോ എന്ന് പറഞ്ഞ് നമ്മളെ പുകഴ്ത്തുക എന്നല്ല, ദൈവത്തെ സ്തുതിപ്പാനായിട്ട് ഇടയായി തീരട്ടെ. അങ്ങനെ നമ്മൾ പ്രാർത്ഥിക്കുന്ന കർത്താവ് എന്നെ കാണുന്നവർ ഇത് യഥാർത്ഥത്തിൽ ദൈവഭക്ത എന്ന് പറയത്തക്ക രീതിയിലുള്ള അനുഭവം എന്റെ ജീവിതത്തിൽ ഉണ്ടായിത്തീരണമേ കർത്താവ്. ഞാൻ അത് ആഗ്രഹിക്കുന്നുണ്ട്. എന്നെ അങ്ങനെ ഒന്ന് മാറ്റണമേ എന്നുള്ള വലിയൊരു പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിത്തീരണം. യഹോവയെ അനുഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ, കർത്താവിന്റെ ഒരു സ്വഭാവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിത്തീരുമെങ്കിൽ അത് വളരെ വലിയൊരു കാര്യമാണ്. കാരണം എന്താണെന്നറിയാം, നമ്മൾ എപ്പോഴും പാട്ട് പാടും യേശുവെ പോലെ ആകുവാൻ, യേശുവിൻ വാക്ക് കേൾക്കുവാൻ എന്നൊക്കെ നമുക്ക് പാട്ടൊക്കെ പാടാൻ അറിയാം. പക്ഷെ കർത്താവിന്റെ സ്വഭാവം നമ്മളിൽ പലപ്പോഴും ഉണ്ടാകാറില്ല. അപ്പൊ നമ്മൾ പ്രത്യേകിച്ചെന്ന് പറഞ്ഞാൽ സഹോദരിമാരെ സംബന്ധിച്ചിടത്തോളം എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ നമ്മൾ വീക്കാ അല്ലെ, ബലഹീന മാത്രമെന്നാ പറയുന്നത്. പെട്ടെന്ന് നമ്മൾ എന്ത് ചെയ്യും? റിയാക്ട് ചെയ്തോ. മറ്റേ ഉള്ളവരെ പോലെ ഇങ്ങനെ പിടിച്ചു നിൽക്കുന്ന സ്വഭാവം ഒന്നും നമുക്ക് നമ്മൾ പെട്ടെന്ന് പ്രതികരിക്കുന്നവരാ. പക്ഷെ നമ്മൾ ഈ ദിവസസന്നിധി പ്രാർത്ഥിക്കുന്ന കർത്താവെ, മറ്റുള്ളവരുടെ ആയിത്തീരുമ്പോൾ മറ്റ് നമ്മുടെ അയൽക്കാരായിക്കോട്ടെ, നമ്മുടെ മറ്റു സ്നേഹിതരായിക്കോട്ടെ, അവരുടെ ഇടയിലൊന്നും ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും അടിച്ചു പറയുവാനിടയായി തീരരുത്. എന്റെ സംസാരം മൂലം അവർക്കതൊരു അനുഗ്രഹമായി തീരണം. ഞാൻ സംസാരിക്കുമ്പോൾ അത് അവർക്കൊരു ആശ്വാസമായി തീരണം. എന്റെ അയൽക്കാരോട് ഞാനൊരു വാക്ക് സംസാരിച്ചു കഴിഞ്ഞാൽ അവർ പറയണു, ഇതാണല്ലേ ദൈവത്തിന്റെ സ്നേഹം എന്ന് പറയത്തക്ക രീതിയിലുള്ള ഒരു അനുഭവമായിരിക്കണം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിത്തീരേണ്ടത്. റോമർ 9-ാം അധ്യായത്തിന്റെ 6, 7, 8, 9 വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇതൊന്നും നമുക്ക് യോഗ്യത ഉണ്ടായിട്ട് കർത്താവ് തന്നതല്ല. നമുക്കതൊന്ന് വായിക്കാം. റോമർ 6-ാം അധ്യായം 6-ാം അധ്യായം റോമർ 9-ാം അധ്യായം അതിന്റെ 6-ാമത്തെ വാക്യം. അതിലിങ്ങനെ പറയുന്നേ, ദൈവത്തിന്റെ വചനം വൃഥാവായി പോയി എന്നല്ല, ഇസ്രായേലിൽ നിന്ന് ഉത്ഭവിച്ചവരെല്ലാം ഇസ്രായേലിലെന്നും അബ്രഹാമിന്റെ സന്തതിയാകിയാൽ എല്ലാവരും ദൈവമക്കളിൽ നിന്നും വരികയില്ല. അവിടെ പറയുന്ന ഒരു കാര്യമുണ്ട്. വാഗ്ദത്ത സന്തതി ആരാ? ഇസഹാക്ക. പക്ഷേ അവിടെ ആദ്യമേ മുന്നമേ ജനിച്ചതാരാ? ഇസ്മായേൽ അല്ലെ? ആരിലൂടെ? ഹാഗാറിലൂടെ ജനിച്ചത്. പക്ഷേ അവിടെ അവകാശം ഒരിക്കലും ഇസ്മായിലിന് കിട്ടുന്നില്ല, മറിച്ച് ആർക്കാ കിട്ടുന്നേ? ഇസഹാക്കിനാ കിട്ടുന്നേ. അപ്പൊ നമ്മുടെ ജീവിതത്തില് ഇതേപോലെ തന്നെ ഇതൊന്നും നമുക്ക് അർഹതയുള്ള കാര്യങ്ങളല്ല, നടക്കാത്ത സമയത്ത് നടന്ന ചില കാര്യങ്ങളാ. നമ്മൾ വാഗ്ദത്ത സന്തതികളാ. നമുക്ക് കർത്താവ് അവകാശം നൽകിയിരിക്കുന്നത്. നമ്മളെ ഇവിടെ പറയുന്നുണ്ട് അങ്ങനെ, നമ്മൾ ജാതികളായിരുന്നു, പക്ഷെ കർത്താവ് നമ്മളെ സ്നേഹിച്ചു. നമ്മളെ യാതൊരു യോഗ്യതയും നമുക്കില്ലായിരുന്നു. നമ്മളെ മാനപാത്രമായും ഹീനപാത്രമായും ഒക്കെ കർത്താവിന് ഉപയോഗിക്കാമായിരുന്നു. അതിനുള്ള അധികാരം കർത്താവിനുണ്ട്. പക്ഷേ കർത്താവ് നമ്മളെ മാനപാത്രങ്ങളായിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നമ്മളോട് പലപ്പോഴും പറയാറില്ലേ പലരും, പ്രാർത്ഥിക്കുമ്പോൾ എന്തൊരു ദൈവസാന്നിധ്യം അല്ലെ? കർത്താവിന്റെ കൃപയല്ലേ അത്? പ്രസംഗിക്കുമ്പോൾ എന്തൊരു ദൈവസാന്നിധ്യം, അത് കർത്താവിന്റെ കൃപയല്ലേ? നമുക്ക് എന്തെങ്കിലും യോഗ്യത ഉണ്ടായിരുന്നു? ചിലർ പറയും പ്രാർത്ഥിക്കുമ്പോൾ എന്തൊരു ദൈവസാന്നിധ്യമാണെന്ന് അറിയാമോ, എന്റെ ഹൃദയത്തിൽ എന്തൊരു സമാധാനം വരുന്നുണ്ടെന്ന് അറിയാമോ എന്ന് പറയുമ്പോൾ നമുക്കൊരു സന്തോഷം അല്ലെ? കർത്താവ് എന്നിലൂടെ വലിയ ദൈവിക പ്രവൃത്തികൾ ചെയ്യുന്നല്ലോ എന്ന്. അത് നമുക്ക് യോഗ്യത ഉണ്ടായിട്ട് കിട്ടിയതാണോ? അല്ല, ദൈവത്തിന്റെ ദാനമായി ഇതൊക്കെ എന്ന് പറയുന്നത്. അവിടെ പറയുകയാണ്, അബ്രഹാമിന്റെ മക്കളാണെന്നും പറഞ്ഞുകൊണ്ട് നമുക്ക് അവകാശം കിട്ടത്തില്ല, മറിച്ച് അത് ദൈവത്തിന്റെ വാഗ്ദത്ത പ്രകാരമാണെങ്കിൽ മാത്രമേ അതിനൊരു അവകാശം ലഭിക്കുകയുള്ളൂ. അപ്പൊ
വാഗ്ദത്തം പ്രാപിച്ച നമ്മൾ ഓരോരുത്തരോടും കർത്താവ് പറയാ, എന്താ, ധൈര്യമായിരിക്കുക, ഞാൻ നിന്നോട് കൂടെയുണ്ട്, നീ ബലഹീനയാന്നൊക്കെ എനിക്ക് അറിയാം, പക്ഷെ ഞാനാണോ പറഞ്ഞത്, അത് സംഭവിക്കുക തന്നെ ചെയ്യുമെന്നുള്ളത്. അപ്പൊ യോഗ്യതയില്ലാത്ത സ്ഥാനത്ത് കർത്താവ് നമ്മളെ ഇത്രത്തോളം മാനിക്കുമ്പോൾ നമ്മൾ എങ്ങനെയൊക്കെ ആയിത്തീരണം എന്ന് നമ്മളിപ്പോ സാറയാണെങ്കിലും ഹാഗാറാണെങ്കിലും, ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് പറഞ്ഞു പോവുകയാണ് ചെയ്തത്, അബിഗയിലാണെങ്കിലും റിബേക്ക ആണെങ്കിലും ലേ ആണെങ്കിലും, ഇവരൊക്കെ പോലെ തന്നെ വ്യത്യസ്തമായ സ്വഭാവങ്ങളൊക്കെ, ഇവരൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികൾ കാണാനായിട്ട് കഴിയും അല്ലെ. പക്ഷെ അവരുടെ ജീവിതത്തിൽ തെറ്റായ ഒരു മനോഭാവം അല്ല ഉണ്ടായിരുന്നത്. വളരെ സ്നേഹത്തോടെ, വളരെ താഴ്മയോടെ മറ്റുള്ളവരെ സഹായിച്ച് നന്മ ചെയ്ത് വളരെ പ്രാർത്ഥനയോടെയുള്ള ദൈവപുരുഷന്മാരെ ബഹുമാനിക്കുന്ന, അല്ലെങ്കിൽ ദൈവത്തിന്റെ വാഗ്ദത്തത്തോട് ഒരു ഒരു സഹകരണ മനോഭാവം കാണിക്കുന്ന ഒരു അനുഭവമായിരുന്നു ഈ സഹോദരിമാരെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. അവസാനമായിട്ട് ഒരു വാക്യം കൂടെ വായിച്ചുകൊണ്ട് ഞാൻ നിർത്താനായിട്ട് ആഗ്രഹിക്കുക. 1 പത്രോസ് 3-ന്റെ 3-4 വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു: നിങ്ങളുടെ അലങ്കാരം മുടി പിന്നുന്നതും പൊന്നണിയുന്നതും വസ്ത്രം ധരിക്കുന്നതും ഇങ്ങനെയുള്ള പുറമേയുള്ളതല്ല, സൗമ്യതയും സാവധാനതയും ഉള്ള മനസ്സ് എന്ന അക്ഷയഭൂഷണമായ ഹൃദയത്തിന്റെ ഗൂഢമനുഷ്യൻ തന്നെ ആയിരിക്കണം. അത് ദൈവസന്നിധിയിൽ വിലയേറിയതാകുന്നു. ദൈവത്തിൽ നാം പ്രത്യാശ വെക്കണം. അപ്പൊ ഇവിടെ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് അറിയാമോ? ഇങ്ങനെയുള്ള അലങ്കാരങ്ങളല്ല നമ്മൾ എന്ത് ചെയ്യുന്നത്, വിലയേറിയതാക്കി തീർക്കുന്നത് അല്ലെ. പക്ഷെ ദൈവമാണോ നമ്മെ സൃഷ്ടിച്ചത്? നല്ലൊരു മനസ്സ് കർത്താവ് നമുക്ക് നൽകിയിട്ടുണ്ട്. അത് നിഗൂഢതയാവും. ഉള്ളിൽ പുറമേയുള്ള താഴ്മയോ പുറമേയുള്ള സ്നേഹമോ ഒന്നുമല്ല കർത്താവ് നമ്മളിൽ പ്രതീക്ഷിക്കുന്നത്. നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ ഒരു നല്ലൊരു മനസ്സ്, നല്ലൊരു മായാത്ത ഒരു സ്വഭാവം, അങ്ങനെയുള്ള അനുഭവമാണ് കർത്താവ് നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. അവിടെ പറയുന്നൊരു കാര്യമുണ്ട്, കർത്താവിൽ പ്രത്യാശ വയ്ക്കണം. സ്ത്രീകൾ ബലഹീന പാത്രമാണ്, പക്ഷെ അവർ ജീവന്റെ കൃപയ്ക്ക് കൂട്ടവകാശികൾ എന്ന് അവിടെ പറയുന്നത്. പറഞ്ഞാൽ നിത്യതയ്ക്ക് നാം കൂട്ടവകാശികളാ. മറ്റുള്ളവര് പറയുമോ, സ്ത്രീകളല്ലേ, വലിയ കാര്യമൊന്നുമില്ല, സഹോദരിമാരല്ലേ, ഇത്രയൊക്കെ ആവാവൂ എന്നൊക്കെ പറയുന്ന ഒരു അനുഭവമുണ്ട്. പക്ഷെ കർത്താവ് പറയാ, അവർ ജീവന്റെ കൂട്ടവകാശികളാ. കർത്താവ് നമ്മൾ എത്രത്തോളം വിലയേറിയവരായിട്ടും മാന്യരായിട്ടും ഒക്കെ എണ്ണിയിരിക്കുന്ന ഈ ഒരു സമയത്ത് നമ്മളെ തന്നെ എന്ത് ചെയ്യണ്ട, താഴ്ത്തി കളയേണ്ടതായിട്ടുള്ള കാര്യമില്ല. കർത്താവാണോ വാഗ്ദത്തം തന്നത്, അത് നിവർത്തീകരിക്കുവാനായിട്ട് കർത്താവിന് സാധിക്കും. ഈ ഒരു വചനം നിങ്ങളുടെ ഹൃദയത്തിൽ ഒന്നല്ലെങ്കിൽ മറ്റൊരു കാര്യം ഹൃദയത്തിൽ കിടക്കട്ടെ. നമ്മൾ ആര് സപ്പോർട്ടായിട്ട് നമുക്കില്ലെങ്കിലും, എന്ത് പ്രതിസന്ധി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിലും, ആ പ്രതിസന്ധി എത്ര കാലമായിട്ട് നിലനിൽക്കുന്നതെങ്കിലും, മറ്റുള്ളവരുടെ നിന്ദയാണോ നമ്മുടെ പ്രശ്നം, മറ്റുള്ളവരുടെ പരിഹാസമാണോ പ്രശ്നം, നമ്മുടെ കൂടെ ആരും ഇല്ലെന്നതാണോ പ്രശ്നം, നമ്മുടെ പ്രശ്നം ആരും കേൾക്കാനില്ലെന്നതാണോ പ്രശ്നം, ഇതൊന്നും ഒരു പ്രശ്നമല്ല. കർത്താവ് വാഗ്ദത്തം തന്നിട്ടുണ്ടോ, ആ വാഗ്ദത്തം തന്നവനെ മുറുകെ പിടിച്ചുകൊണ്ട് ധൈര്യത്തോടെ പ്രത്യാശയോടെ കാഴ്ചയുടെ മുമ്പോട്ട് വെക്കുകയാണെങ്കിൽ നമ്മളിലൂടെ അനേകം പേര് നന്മ പ്രാപിക്കാനായിട്ട് ഇടയായി തീരും. ഈ വചനം നിങ്ങളുടെ ഹൃദയത്തിൽ വളരെ അനുഗ്രഹമായി തീരട്ടെ എന്ന് ഞാൻ കർത്താവിൽ ആശിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഒരു വാക്കും കൂടെ പ്രാർത്ഥിച്ചാൽ നിർത്താൻ ആഗ്രഹിക്കുന്നു. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവെ, നല്ല സമയത്തിനായി നന്ദി പറയുന്നു. ദൈവത്തിന്റെ കൃപ ഞങ്ങളോട് കൂടെ ഇരുന്നല്ലോ. അപ്പൊ അങ്ങ് ഞങ്ങളോട് സംസാരിച്ച ദൈവത്തിന്റെ വചനം കർത്താവ് ഈ ദിവസങ്ങൾ അനുഗ്രഹമാക്കി കർത്താവ് തീർക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അല്ലെങ്കിൽ നാളെ ഞങ്ങളുടെ ജീവിതത്തിൽ ഇതൊരു സമാധാനമായി, ഒരു ആശ്വാസമായി തീരുവാൻ കർത്താവ് ഇടയാക്കണം. പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ സ്നേഹത്തിനായി, കരുതലിനായി നന്ദി പറയുന്നു. യേശുവപ്പ, പ്രിയ ദേവദാസിമാരൊക്കെ കർത്താവ് അനുഗ്രഹിക്കണം. ദൈവത്തിന്റെ കൃപ നൽകി മാനിക്കുമാറാകണം. അവരുടെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ കർത്താവ് സാധിക്കും.